തൃശ്ശൂരെ ഉച്ചയ്ക്ക് എപ്പോഴെങ്കിലും സമയത്ത് ഭക്ഷണം കഴിക്കേണ്ട ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം സെലക്ട് ചെയ്യുന്ന ഹോട്ടൽ എപ്പോഴും ഭാരത് തന്നെയായിരിക്കും. ഈ ഭാരത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ കാർ പാർക്കിംഗ് ഒക്കെ ഒരുപാടുണ്ട്, പക്ഷെ നമുക്ക് കാർ പാർക്കിങ്ങിന് അവിടെ സ്ഥലം കിട്ടില്ല. അപ്പൊ ആദ്യം തന്നെ അവിടെ വെയിറ്റ് ചെയ്യണം. കുറെ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു കാറ് മാറുന്ന സമയത്ത് മാത്രമാണ് നമുക്കൊന്ന് കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അത് കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് പോയി ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പോൾ ഒരുപാട് ചെയർസ് ഉണ്ട്, പക്ഷെ ഒറ്റ സീറ്റ് പോലും ഉണ്ടാവില്ല. അപ്പൊ ഏതെങ്കിലും ഒരാൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ പുറകിൽ പോയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ആളുടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അതിൽ കയറി നമുക്ക് ഇരിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ പുറകിൽ നമ്മുടെ ഭക്ഷണം കഴിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരാളും കൂടി അവിടെ ഉണ്ടാവും അർത്ഥം. എത്ര കഷ്ടപ്പെട്ടിട്ട് അവിടെ പോയി ഒരു ഭക്ഷണം കഴിക്കുന്ന ആലോചിച്ച് നോക്കിയേ. പക്ഷെ എന്നാലും അവിടേക്കേ പോകുള്ളൂ. ഞാൻ മാത്രം പറയുന്നതല്ല കേട്ടോ, തൃശ്ശൂരുകാരുടെ വെജിറ്റേറിയൻസിന്റെ ശരിക്കും പറഞ്ഞ ഒരു സ്വകാര്യ അഹങ്കാരമാണ് ഭാരത് എന്ന് പറഞ്ഞ ഹോട്ടൽ. അത്ര വലിയൊരു ബ്രാൻഡായിട്ട് ഇന്ന് വളർന്നു കഴിഞ്ഞു. അപ്പൊ അതേപോലെ നിങ്ങളുടെ ബ്രാൻഡും അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി ഒരു ബ്രാൻഡായിട്ട് വളരാൻ ആവശ്യമായിട്ടുള്ള ചില ഒരു 3 ടെക്നിക്കുകളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ കാര്യം ഒത്തന്റിസിറ്റി ആണ്. എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് നിങ്ങളുടേതായുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാവണം. നിങ്ങളുടെ കമ്പനിക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിത്വം ഉണ്ടാവണം. ഒരിക്കലും മറ്റുള്ളവരെ കോപ്പി ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള പ്രോഡക്റ്റോ സർവീസോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനോ ഒന്നും ശ്രമിക്കരുത്. എല്ലാവർക്കും താല്പര്യം നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള നിങ്ങളെ തിരിച്ചറിയാനാണ് എല്ലാവർക്കും താല്പര്യം. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിത്വം എപ്പോഴും കാണിക്കുക. ഇതാണ് ഫസ്റ്റത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്ലിയർ മെസ്സേജിങ് ആയിരിക്കണം. അത് നമ്മൾ പലപ്പോഴും പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബ്രൗസറിലോ വെബ്സൈറ്റിലോ എന്തിലും ആയിക്കോട്ടെ, നമ്മൾ പറയുന്ന വാക്കുകളും വാചകങ്ങളും ഒക്കെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. വളരെ സിമ്പിൾ ലാംഗ്വേജിൽ ഇത് പറയാൻ വേണ്ടി പാടുള്ളൂ. നിങ്ങൾ ആരോടാണ് പറയുന്നത്, അല്ലെങ്കിൽ ആർക്കാണ് നിങ്ങൾ ഈ സേവനങ്ങൾ മുഴുവൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളുടെ USP എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, ഇത് മുഴുവൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സിലൂടെ മറ്റാളുകളിലേക്ക് കൈമാറണം. അപ്പോഴാണ് അവർക്ക് നിങ്ങളെ മുഴുവനായിട്ടും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. മൂന്നാമത്തെ കാര്യം കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഓൺലൈൻ പ്രസൻസ് ആണ്. ഇപ്പൊ നമുക്കറിയാം എല്ലാ ആളുകളും ഓൺലൈനിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഓൺലൈനിൽ നമുക്ക് പ്രസൻസ് ഉണ്ടായേ പറ്റൂ. അത് എപ്പോഴെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുന്നതിനെ കുറിച്ചിട്ടില്ല, കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ സ്ഥിരമായിട്ട് ആളുകൾ നിങ്ങളെ കണ്ട് നിങ്ങളെ ഇഷ്ടപ്പെട്ട് സ്വാഭാവികമായിട്ടും ഒരുപാട് പേര് നിങ്ങളെ ഫോളോ ചെയ്യും. നിങ്ങളുടെ ബ്രാൻഡിനെ വളർത്താൻ ഇത് നന്നായിട്ട് സഹായിക്കുകയും ചെയ്യും. ഓക്കെ, നിങ്ങളിൽ കുറെ ആളുകൾ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ എങ്ങനെ ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയാതെ സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. രണ്ടാമതൊരു കൂട്ടർ ഓൾറെഡി ബിസിനസ് ഒക്കെ തുടങ്ങി, പക്ഷെ ഇത് വളരെ സ്കെയിലബിൾ ആക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. അതേപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള 2 കൂട്ടർക്കുള്ള സൊല്യൂഷൻ നമുക്കുണ്ട്. അതിന് ചെയ്യേണ്ട കാര്യം താഴത്ത് ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട്. ആ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക, നമുക്ക് സംസാരിക്കാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.